മധ്യസ്ഥയ്ക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തീരുമാനിച്ചതുപോലെ കാര്യങ്ങളെല്ലാം നടന്നുവെന്നും പ്രതികരണം വരുന്നുണ്ട്. പ്രതിരോധ മന്ത്രാലയം വൈകിട്ട് 6:30 വാർത്താ സമ്മേളനം നടത്തും. ആ വാർത്താ സമ്മേളനത്തിലൂടെയാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനി ലഭ്യമാവുക. നമ്മുടെ രാജ്യത്തിന്റെ നീക്കം എന്തൊക്കെയാണ് എന്നുള്ളത് ആ വാർത്താ സമ്മേളനത്തിലൂടെ അറിയാം. അതോടൊപ്പം തന്നെ തങ്ങൾ ഇടപെട്ടു എന്നുള്ളൊരു വാദം അമേരിക്ക ഉന്നയിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപാണ് ആദ്യം ട്വീറ്റ് ചെയ്തത് സമാധാനത്തിലേക്ക് എത്തുന്നു, ഇരു രാജ്യങ്ങളും വെടിനിർത്തലിലേക്ക് ധാരണയായി എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ആ അമേരിക്കൻ ഇടപെടൽ എത്രത്തോളം ഉണ്ട്, അമേരിക്കയുടെ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെയാണ് ഇനി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭ്യമാകാനായിട്ടുള്ളത്. അനൂപ് ദാസ് നൽകും വിവരങ്ങൾ. അനൂപ്, കൃത്യം 6:30 വാർത്താ സമ്മേളനം നടക്കും. എന്തൊക്കെ കാര്യങ്ങളിലുള്ള ഒരു വിശദീകരണമാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അതിനിടയിലാണല്ലോ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനം കേന്ദ്ര സർക്കാർ തള്ളുന്നത്. വിവരങ്ങൾ എന്താണ്? ഈ 6:30 വാർത്താ സമ്മേളനമുണ്ട്. ഇപ്പോൾ എന്താണ് അതിർത്തിയിൽ സ്ഥിതി, നമ്മൾ എങ്ങനെയാണ് പാകിസ്ഥാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിച്ചത്, എങ്ങനെയാണ് തിരിച്ചടിച്ചത്, ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ആ വാർത്താ സമ്മേളനത്തിൽ വിശദമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ വ്യോമസേന തന്നെ പറഞ്ഞിരുന്നു, വ്യാജ പ്രചാരണങ്ങളിൽ നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല, ഊഹാപോഹങ്ങളിലേക്ക് പോകേണ്ടതില്ല, എന്താണ് പറയാനുള്ളത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടതൊക്കെ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുമെന്നുള്ളത്. എന്തായാലും വ്യോമസേനയുമായി ബന്ധപ്പെട്ട പ്രതിനിധികളും ആ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്ന കാര്യം നമുക്ക് ആ വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാവും. അതേസമയം തന്നെയാണ് കേന്ദ്ര സർക്കാർ ഒരു വാർത്ത പുറത്തുവിടുന്നത്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതൊക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിശ്ചയിച്ചതുപോലെയാണ്. അടിച്ചാൽ തിരിച്ചടിക്കാൻ ശക്തമായ നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പാകിസ്ഥാൻ ചർച്ചയ്ക്ക് വഴങ്ങിയിരുന്നില്ല. എന്നാൽ ഇന്നലെ പാകിസ്ഥാന്റെ വ്യോമ കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ ആക്രമണം നടത്തിയതിന് പിന്നാലെ പാകിസ്ഥാൻ ചർച്ചയ്ക്ക് തയ്യാറാവുകയായിരുന്നു. മാത്രവുമല്ല, ഭീകരരെ കൈമാറുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചയ്ക്ക് വേണമെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്, അതല്ലാതെ ഒരു ചർച്ചയ്ക്കും പാകിസ്ഥാനുമായിട്ടില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നുണ്ട്. ഓർക്കണം, ഇത് ഔദ്യോഗികമായി വാർത്താ സമ്മേളനം നടത്തിയോ അതല്ല വാർത്താക്കുറിപ്പിലൂടെയോ കേന്ദ്ര സർക്കാർ അറിയിച്ചതല്ല. സോഴ്സസ് എന്ന നിലയിൽ ചില വാർത്തകൾ ഉദ്യോഗസ്ഥരൊക്കെയായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടതാണ്, അല്ലാതെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണമല്ല ഞാനിപ്പോൾ പറയുന്ന കാര്യം. എന്തായാലും മറ്റൊരു കാര്യം പുറത്തുവിടുന്നത്, ഓരോ റൗണ്ടിലും ഈ പരസ്പരമുള്ള ഏറ്റുമുട്ടലിലെ ഓരോ റൗണ്ടിലും പാകിസ്ഥാൻ പരാജയപ്പെടുകയായിരുന്നു. അത് ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിൽ പാകിസ്ഥാന്റെ എയർബേസ് തകർന്നു പോയിട്ടുണ്ട് എന്ന് പറയുന്നു. എന്തായാലും ഈ ഏറ്റുമുട്ടലിൽ മുന്നോട്ട് വിജയിച്ച് നീങ്ങാൻ കഴിയില്ല എന്ന് പാകിസ്ഥാന് ബോധ്യപ്പെട്ട ഘട്ടത്തിലാണ് ചർച്ചയ്ക്ക് തയ്യാറായത് എന്നും കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനം കേന്ദ്ര സർക്കാർ തള്ളുകയാണ്. മധ്യസ്ഥയ്ക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു.